നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ SIT തലവൻ പ്രണബ് കുമാർ മെഹന്തി കേന്ദ്ര സർവീസിലേക്ക്. കർണാടക പോലീസ് ഡയറക്ടർ ജനറലായ ആഭ്യന്തര സുരക്ഷാ വിഭാഗം പ്രണബ് മെഹന്തിയെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അർഹതയുള്ള IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. CBI, NIA തുടങ്ങിയ പ്രമുഖ അന്വേഷണ ഏജൻസികളിലേക്ക് സാധ്യതയുള്ള പോസ്റ്റുകൾക്കായാണ് വിവിധ സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനായി കേന്ദ്ര സർക്കാരിന്റെ നിയമസമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. രാജ്യവ്യാപകമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 35 IPS ഉദ്യോഗസ്ഥരിൽ കർണാടകയിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് മെഹന്തി. ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ 100-ലേറെ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി കുഴിച്ചുമൂടിയെന്ന ശുചീകരണ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപീകരിച്ച SIT തലവനാണ് മെഹന്തി. കേന്ദ്ര സർവീസിൽ പ്രവേശിച്ചാൽ SITയെ നയിക്കാൻ പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ G. പരമേശ്വര പറഞ്ഞു. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി ഞങ്ങൾ മുന്നോട്ടു പോകും. കേന്ദ്ര സർവീസിൽ നിയോഗിച്ചാലും മെഹന്തിക്ക് SITയിൽ തുടരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ചുമതലയിൽപ്പെട്ട തലവനായ ഒരാളെ എന്തിന് ഇപ്പോൾ മാറ്റണം? ഇതിന്റെ പിന്നിലുള്ള കളി എന്ത്? ഈ സംഭവം മൂടിവെക്കാനും ഈ സംഭവത്തിന്റെ പിന്നിലുള്ളവരെ രക്ഷിക്കാനും തന്നെയുള്ള നടപടിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.